ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. PSC മുൻകാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? സോ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിംസ് ആൻഡ് ആന്റോണിംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മുതൽ നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് പഠിക്കാൻ പോകുന്നത്. 2014 മുതൽ 2024 വരെ PSC ചോദിച്ചിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഇതിന്റെ PDF നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പലരും കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. PSC മുൻകാലങ്ങളിൽ ചോദിച്ച മുഴുവൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് കേട്ടോ. മുഴുവൻ ഉദ്ദേശിക്കുന്നത് 2014 മുതൽ 2024 വരെയുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹി കിക്ക്ഡ് ദ ബക്കറ്റ് യെസ്റ്റർഡേ. ഹി കിക്ക്ഡ് ദ ബക്കറ്റ് യെസ്റ്റർഡേ എന്ന് വെച്ചാൽ എന്താണ്? ബക്കറ്റ് കിക്ക് ചെയ്തോ? അതെന്തുവാണ് ബക്കറ്റ് കിക്ക് ചെയ്യാന്ന് വെച്ചാൽ? ഹി കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാര് ഈ ഒരു ഇഡിയം യൂസ് ചെയ്യുന്നത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ. someone kicked the bucket means died എന്നാണ് കേട്ടോ. someone ആരെങ്കിലും ആയിക്കോട്ടെ. someone kicked the bucket. someone kicked the bucket എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ died, മരിച്ചു, ഓക്കെ, മരണപ്പെട്ടു, അതാണ് അതിന്റെ മീനിങ് കേട്ടോ. സോ ഇനി നെക്സ്റ്റ് നിങ്ങൾ kick the bucket എന്ന് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഓർത്തോണം, ഇറ്റ് മീൻസ് died. സോ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഇഡിയം ലിംഗ്വ ഫ്രാങ്ക. ലിംഗ്വ ഫ്രാങ്ക എന്ന് വെച്ചാൽ കോമൺ ലാംഗ്വേജ് ആണ് കേട്ടോ. കോമൺ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ? കോമൺ ലാംഗ്വേജ് ഇപ്പൊ നമ്മൾ മലയാളികളല്ലേ, നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് അല്ലേ. സോ മലയാളികളാണ്. നമ്മുടെ മദർ ടങ് എന്ന് പറയുന്നത് എന്താ? മലയാളമാണ്. മദർ ടങ് എന്ന് പറയുന്നത് എന്താണ്? മലയാളമാണ്. തൊട്ട് നമ്മുടെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാട് അല്ലെ. ഇപ്പൊ തമിഴ്നാടിന്റെ മദർ ടങ് എന്ന് പറയുന്നത് തമിഴാണ്. ഓക്കെ, അപ്പൊ തമിഴ് അറിയാത്ത ഒരു മലയാളിയും അതുപോലെ തന്നെ മലയാളം അറിയാത്ത ഒരു തമിഴനും കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു മലയാളി ഉണ്ട്, അതുപോലെ ഒരു തമിഴനുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അറിയാനുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത്, കോമൺ ആയിട്ട് അറിയാനുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? പരസ്പരം അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം അല്ലെ. അവർക്ക് മലയാളിക്ക് തമിഴും അറിയത്തില്ല, തമിഴിന് മലയാളം അറിയില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ അവർക്ക് കോമൺ ആയിട്ട് എന്ത് ലാംഗ്വേജ് അറിയാം? ഇംഗ്ലീഷ് അറിയാമെന്ന് വിചാരിക്കാം. അപ്പൊ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് വഴി എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് ലാംഗ്വേജ് മുഖേന പരസ്പരം സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുപയോഗിക്കുന്ന കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇംഗ്ലീഷ് ആയിരിക്കും. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇംഗ്ലീഷ് ആയിരിക്കും. സോ മനസ്സിലായോ? അതായത് നമുക്ക് നമ്മുടെ മദർ ടങ്സ് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പല നേറ്റീവ്സ് ആയിരിക്കും, പലയിടത്തു നിന്നുള്ള നേറ്റീവ്സ് ആയിരിക്കും. പക്ഷെ അവരുടെ മദർ ടങ് ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ അവര് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോമൺ ലാംഗ്വേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്നത് കേട്ടോ. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലിംഗ്വ ഫ്രാങ്ക PSC എക്സാംസിനും SSC എക്സാംസിനും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളത് പഠിച്ചു വെച്ചു. അതിന്റെ ഡെഫിനിഷൻ ടീച്ചർ എഴുതി തരാം. A shared language കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഷെയർഡ് ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, used by people who are speakers of different languages. ഓക്കെ, ഇതാണ് ലിംഗ്വ ഫ്രാങ്കയുടെ മീനിങ്. ഷെയർഡ് ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തിനാ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷെയർഡ് ലാംഗ്വേജ്. യൂസ്ഡ് ബൈ പീപ്പിൾ, ആരാ യൂസ് ചെയ്യുന്നത്? ഹു ആർ ദ സ്പീക്കേഴ്സ് ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജ്. അതായത് ഡിഫറെന്റ് ലാംഗ്വേജിൽ സംസാരിക്കുന്ന വ്യക്തികൾ അവരുടെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്നത്.
നോർമലി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലിംഗ്വ ഫ്രാങ്കയാണ് അല്ലേ? സോ ലിംഗ്വ ഫ്രാങ്ക ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷീ ഈസ് as daft as a bush. Daft as a brush. She is as daft as a brush എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഷീ ഈസ് as daft as a brush എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടത്തരമൊക്കെ പറയത്തില്ലേ, അതിനെയാണ് കേട്ടോ, അല്ലെങ്കിൽ മണ്ടിപ്പെണ്ണ് എന്നൊക്കെ പറയാം നമുക്ക്. സോ മണ്ടത്തരം എന്ന് പറയുന്നതാണ് എന്ത്? ഡാഫ്റ്റ് as a brush എന്ന് പറയുന്നത് കേട്ടോ. അതായത് യൂസ്ലെസ് ആയതിന് നമുക്ക് ഡാഫ്റ്റ് as a brush എന്ന് പറയാം. ഫൂളിഷ്നെസ്, മണ്ടത്തരം, ഫൂളിഷ്നെസ്സിന് നമുക്ക് എന്തെന്ന് പറയാം? ഡാഫ്റ്റ് as a brush എന്ന് നമുക്ക് പറയാം കേട്ടോ. ഡാഫ്റ്റ് as a brush എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ്, വെരി സ്റ്റുപ്പിഡ് അല്ലെങ്കിൽ യൂസ്ലെസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഫൂളിഷ്നെസ് എന്ന് പറയാം. സോ ഡാഫ്റ്റ് as a brush മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷീ വിസിറ്റ്സ് ഹെർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഷീ വിസിറ്റ്സ് ഹെർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ എന്താ? ഈ ഇഡിയത്തിന്റെ പ്രത്യേകത എന്താ? ഈ ഇഡിയത്തിന്റെ മീനിങ് എന്താ? വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി റയർലി, വല്ലപ്പോഴും, വെരി റയർലി, എന്താണ്? വെരി റയർലി, വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അപൂർവമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഇഡിയത്തിന്റെ ഒറിജിൻ, എല്ലാ ഇഡിയത്തിന്റെ ഒറിജിൻ കിട്ടിയിട്ടില്ല, എന്നാലും അത്യാവശ്യം കിട്ടിയ ആ ഒറിജിൻ കിട്ടിയ ഇഡിയത്തിൻ്റെത് ഞാൻ പറഞ്ഞു തരാം. സോ ഇതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂ മൂൺ അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ലാസ്റ്റ് ഇയർ ബ്ലൂ മൂൺ കണ്ടതാണ്. ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ അതായത് ഒരു മാസത്തില് രണ്ട് തവണ പൂർണ്ണചന്ദ്ര വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ബ്ലൂ മൂൺ ഉണ്ടാവുന്നത് കേട്ടോ. അതായത് ഒരു മാസത്തിൽ, നമ്മളിപ്പോ ഒരു മന്ത് എടുക്കുകയാണെങ്കിൽ ആ മന്തില് 2 തവണ എന്തുണ്ടാവണം? ഫുൾ മൂൺ ഉണ്ടാകുമ്പോഴത്തേക്കും, പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്ന സമയത്താണ് ഈ ബ്ലൂ മൂൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. 2018 നമ്മളൊരു ബ്ലൂ മൂൺ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 2023 അടുത്ത ബ്ലൂ മൂൺ നമ്മൾ കണ്ടത്. സോ ഇത് വളരെ അപൂർവമായിട്ട് നടക്കുന്നതാണ്, അതായത് വളരെ റെയർ ആയിട്ട് നടക്കുന്നതാണ്, കോമൺ ആയിട്ട് നടക്കുന്നതല്ല, എവരിഡേ നടക്കുന്ന ഒരു കാര്യമല്ല, വൺസ് ഇൻ എ മന്ത് നടക്കുന്ന കാര്യവുമല്ല, വല്ലപ്പോഴും റെയർ ആയിട്ടാണ് നടക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ മൂണുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മീനിങ് പഠിച്ചു വെക്കാം കേട്ടോ. വളരെ റെയർലി, ബ്ലൂ മൂൺ ഉണ്ടാകുന്നത് തന്നെ റെയർ ആയിട്ടാണ്. സോ അത് ആ ഒരു മീനിങ് ആണ് ഈ ഒരു ഇഡിയത്തിന് വരുന്നത് കേട്ടോ. സോ ഇവിടുത്തെ ആൻസർ സെൽഡം ആണ്, വളരെ അപൂർവമായിട്ടാണ് നടക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് വെച്ചാൽ എന്താ? ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്രോബ്ലം ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ് എന്നുള്ളതാണ് കേട്ടോ. എ പ്രോബ്ലം ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വളരെ ടഫായിരിക്കും, സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളത്, അതിനെയാണ് നമ്മൾ ഹാർഡ് നോട്ട് ടു ക്രാക്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ ടീച്ചർ? ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ എക്സാമിനേഷൻ, അല്ലെങ്കിൽ എക്സാം was a hard nut to crack. അതായത് ഒരു എക്സാമിന്റെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രോബ്ലം ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ്, വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലോട്ട് വരാം. എ നട്ട് വിത്ത് എ ഹാർഡ് ഷെൽ ആണോ? അല്ല. എ ഹാർഡ് നട്ട് വിത്ത് ക്രാക്സ്? നോ. എ നട്ട് വിത്ത് ക്രാക്ഡ് ഷെൽ? അതുമല്ല. എ ഡിഫിക്കൽട്ട് പ്രോബ്ലം വിച്ച് നീഡ്സ് മച്ച് എഫേർട്ട് ടു സോൾവ്. അതായത് ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലം, അതായത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം? എ ഹാർഡ്
എന്നത് പറയാം, എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ. എക്സാമ്പിൾ വെച്ച് പഠിക്കാം കേട്ടോ. അടുത്ത ദിവസം നോക്കിയേ, ദ ഇഡിയം ടു ക്യാച്ച് എ ടാർട്ടർ. ടു ക്യാച്ച് എ ടാർട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ടു ക്യാച്ച് എ ടാർട്ടർ എന്ന് വെച്ചാൽ ടാർട്ടർ മീൻസ് ടാർട്ടർ. ടാർട്ടർ മീൻസ് ഓക്കെ, ടാർട്ടർ. ടാർട്ടർ മീൻസ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. TARTAR ആണ് കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും ആയി പോയതാണ്, ക്ഷമിച്ചേക്ക്. സോ ടാർട്ടർ. ടാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ഇൻഡിവിജ്വൽ എന്നാണ് കേട്ടോ. ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ വയലന്റ് പേഴ്സൺ എന്നൊക്കെ നമുക്ക് പറയാം. ഡിഫിക്കൽട്ട് ഇൻഡിവിജ്വൽ. ഡിഫിക്കൽട്ട് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? വയലന്റ് പേഴ്സൺ. അതായത് കീഴടക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളുണ്ടല്ലോ, അല്ലെങ്കിൽ ആക്രമണകാരികൾ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ടാർട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ആക്രമണകാരി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആക്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സോ അതിനാണ് നമ്മൾ ടാർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഒറിജിൻ ഉണ്ട്. ടു ക്യാച്ച് എ ടാർട്ടർ. ടാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റെഫറിങ് ടു ടർക്കിക്. തുർക്കികളുണ്ടല്ലോ, ടർക്കിക് ഓർ മംഗോളിയൻ invaders of Asia in Middle Ages. ഞാൻ ഈ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് അറിയുന്നത്, നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അതാകുമ്പോൾ ഇഡിയംസ് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങളുടെ മൈൻഡിൽ അതിരിക്കും. സോ ടാർട്ടർ മീൻസ് എ വയലന്റ് പേഴ്സൺ, ആക്രമണകാരിയാണ്. ഈ ടാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടർക്കിക് അല്ലെങ്കിൽ മംഗോളിയൻ ഇൻവേർഡേഴ്സ് ഓഫ് ഏഷ്യ ആൻഡ് മിഡിൽ ഏജസിലെ തുർക്കികൾ അല്ലെങ്കിൽ മംഗോളിയൻ ഇൻവേർഡേഴ്സിനെയാണ് നമ്മൾ ടാർട്ടർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ടാർട്ടർ എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ടു ക്യാച്ച് എ ടാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻവേർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ആക്രമണകാരി കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻവേർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടർക്കിക് അല്ലെങ്കിൽ മംഗോളിയൻ ഇൻവേർഡേഴ്സ് എന്ന് പറയുന്നത് ആക്രമണകാരികളായിരുന്നു. സോ ടു ക്യാച്ച് എ ടാർട്ടർ എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലായല്ലോ? ഡിഫിക്കൽട്ട് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വയലന്റ് പേഴ്സൺ ആണ് നമ്മൾ ടു ക്യാച്ച് എ ടാർട്ടർ എന്ന് പറയുന്നത്. സോ അതിന്റെ മീനിങ് എന്താ? To meet with disaster അല്ല, to find one's roots അല്ല, to gain prominence അല്ല, to catch a dangerous person. കേട്ടോ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹാങ് ടുഗദർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹാങ് ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ഹാങ് ടുഗദർ എന്ന് വെച്ചാൽ die together, live together, work in union, work alone. Hang together means to be united. അതായത് ഐക്യത്തോടു കൂടെ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഹാങ് ടുഗദർ എന്ന് പറയുന്നത് കേട്ടോ. ടു ബി യുണൈറ്റഡ്. അതാണ് ഹാങ് ടുഗദർ എന്ന് പറയുന്നത്. ടു ബി യുണൈറ്റഡ് കേട്ടോ. ടു ബി യുണൈറ്റഡ്. അപ്പൊ നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കിക്കേ. ഡൈ ടുഗദർ ആണോ? അല്ല. ലീവ് ടുഗദർ? നോ. വർക്ക് ഇൻ യൂണിയൻ? യെസ്, വർക്ക് ഇൻ യൂണിയൻ ആണ് ഹാങ് ടുഗദർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഡൈ ടുഗദർ അല്ല. ഇറ്റ്സ് വർക്ക് ഇൻ യൂണിയൻ. വളരെ ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നതിനെയാണ് ഹാങ് ടുഗദർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഇസ് ദ ഇഡിയം ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്? ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ പഠിച്ചു വെച്ചോ. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു വലിയൊരു തടിക്കഷ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്ക്വയർ പീസിലെടുത്ത് ഒരു തടിക്കഷ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് നിന്ന് ഞാൻ ഒരു കുഞ്ഞു സ്ക്വയർ പീസ് ഇങ്ങനെ എടുക്കുകയാണ്. ചെറിയൊരു ഷിപ്പിംഗ് എടുക്കുകയാണ്. ഒരു സ്ക്വയർ ഷിപ്പിംഗ് എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ക്വയർ ഷിപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഏത് സ്ക്വയർ പീസിൽ നിന്നാണോ എടുത്തത് അതിന് പോലെയല്ലേ ഇരിക്കുക, അല്ലെ? ഏകദേശം അതിന്റെ ഒരു റിസംബ്ലൻസ് ഉണ്ടാകും, അല്ലെ? അതുപോലെ ഒരു സാമ്യം ഉണ്ടാവും. അപ്പൊ ഇത് തന്നെയാണ് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ശരിക്കും മീനിങ് എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് ലൈക്ക് പാരൻസ്. ഇതാണ് മീനിങ് കേട്ടോ. നമ്മൾ പറയാറില്ലേ, കുഞ്ഞാവയൊക്കെ കാണുമ്പോൾ പറയാറില്ലേ,
അച്ഛനെ പോലുണ്ട്, അമ്മയുടെ കണ്ണാണ്, അമ്മയുടെ കവിളാണ് കുഞ്ഞിന് കിട്ടിയേക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. സോ അത് തന്നെയാണ് കേട്ടോ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിനെ റിസംബിൾ ചെയ്യുന്നു അല്ലെങ്കിൽ പാരന്റ്സിനോട് സാമ്യം തോന്നുന്നത്, അതാണ് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഒറിജിൻ വന്നത് ഇതുപോലെയാണ്. ഒരു സ്ക്വയർ ബ്ലോക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക, അതിനകത്ത് നമ്മൾ വേറൊരു കുഞ്ഞു ബ്ലോക്ക് എടുക്കുമ്പോൾ ആ ഏത് ബ്ലോക്കിൽ നിന്നാണോ എടുത്തേക്കുന്നത് അതിന്റെ ചെറിയൊരു സാമ്യം അല്ലേ, ആ മെറ്റീരിയൽ അതുപോലെ ആയിരിക്കും എന്നുള്ള ഒരു സാമ്യം ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇഡിയം ആ ഒരു സാമ്യം എന്നുള്ളതിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, പാരന്റ്സിനെ പോലെ ഇരിക്കുന്നത്, പാരന്റ്സിന്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ബിഹേവിയറോ ഒക്കെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയാം. ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ ആണോ? അല്ല. വൺ ഹൂ ഈസ് ബ്ലോക്ക് ഹെഡ്? അല്ല. ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ, ഇങ്ങനെ ഫാദറിനെ പോലെയാണ് ഇരിക്കുന്നത്. ആ ഫാദർ മാത്രമല്ല കേട്ടോ, മദറും വരാം കേട്ടോ. ഓക്കെ ഫൈൻ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഇസ് ദ ഇഡിയം കട്ട് ദ കോർണേഴ്സ് മീൻ? കട്ട് ദ കോർണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ഒരു വീട് വെച്ചു പക്ഷെ പെട്ടെന്ന് അങ്ങ് തട്ടിക്കൂട്ടി എന്ന് പറയും അല്ലെ. പെട്ടെന്ന് തട്ടിക്കൂട്ടി, അതായത് നമ്മുടെ ആവശ്യം വേഗത്തിൽ ഒരു വീട് വെക്കുക എന്നുള്ളതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, തട്ടിക്കൂട്ടി. അതിന്റെ ക്വാളിറ്റി ഒന്നും നമ്മൾ നോക്കിയില്ല. തട്ടിക്കൂട്ടുക നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. തട്ടിക്കൂട്ടുക എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് ഒന്നും അല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറയുന്നതാണ് തട്ടിക്കൂട്ടുക എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കട്ട് ദ കോർണേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടാസ്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ ക്വിക്കസ്റ്റ്, ഈസിയസ്റ്റ് ഓർ ചീപ്പസ്റ്റ് വേ. അതായത് ഒരു ടാസ്ക് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് എ ടാസ്ക്, ദെൻ ടാസ്ക് ഈസ് കംപ്ലീറ്റഡ്. ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്, കുറുക്ക് വഴിയിലൂടെ ഒക്കെ കംപ്ലീറ്റ് ചെയ്യത്തില്ലേ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ല ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. കംപ്ലീറ്റഡ് in the quickest easiest or cheapest way. ഇതിനെയാണ് നമ്മൾ കട്ട് ദ കോർണേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് സേവ് ചെയ്യാൻ, ഒന്നുകിൽ നമ്മുടെ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാശ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കട്ട് ദ കോർണേഴ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, കട്ട് ദ കോർണേഴ്സ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ദേ really cut corners when they built this room. Now it is leaking. ഓക്കെ നോക്കിക്കേ, എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ വെച്ച് പഠിച്ചോ. ദേ റിയലി കട്ട് കോർണേഴ്സ് വെൻ ദേ ബിൽഡ് ദിസ് റൂം. അതായത് ഒരു റൂം തട്ടിക്കൂട്ടിയതാണ്, അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി, നൗ ഇറ്റ് ഈസ് ലീക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയവും അതുപോലെ തന്നെ കാശൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കട്ട് ദ കോർണേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഓപ്ഷൻസിലോട്ട് വരാം. ടു ഹൈഡ് സംതിങ് ഫ്രം സംവൺ ഓർ സംവെയർ ആണോ? അല്ല. ടു സേ ഓർ ആർഗ്യൂ thoroughly? നോ. To do something badly or cheaply to save money or time. കിട്ടിയില്ലേ? യെസ്. അടുത്ത എന്താ, ടു സേവ് സംതിങ് വെരി എക്സ്പെൻസീവ്. അതല്ല, നിങ്ങളുടെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ ഓപ്ഷൻ ഡി. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ടു ഡു സംതിങ് ബാഡ്ലി ഓർ ചീപ്ലി ടു സേവ് മണി ഓർ ടൈം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ഇഡിയം which means unable to reach a decision. which means unable to റീച്ച് എ ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം, അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? അത് നമ്മൾ പറയുന്നത് സിറ്റ് ഓൺ ദ ഫെൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. സിറ്റ് ഓൺ ദ ഫെൻസ് എന്നാണ് പറയുക. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് വെച്ചാൽ എന്താണ്, പക്ഷം ചേരാതിരിക്കുക. രണ്ട് മീനിങ് ഉണ്ട്. നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ,
പക്ഷം ചേരാതിരിക്കുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമ്മൾ ന്യൂട്രൽ ആയിട്ട് ഇരിക്കത്തില്ലേ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയാം കേട്ടോ. പക്ഷം ചേരാതിരിക്കുക, പക്ഷം ചേരാതിരിക്കുക, അത് നമുക്ക് സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ നമുക്ക് സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയാം കേട്ടോ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടി, രണ്ട് കമ്പനീസ് ഉണ്ട്, ആ രണ്ട് കമ്പനീസും എനിക്ക് ഇഷ്ടമുള്ള കമ്പനീസ് ആണ്. അവിടുന്ന് രണ്ട് കമ്പനീസിൽ നിന്നും ഒരേ സമയത്ത് എനിക്ക് എന്ത് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്യുവാണ്, എനിക്കൊരു കൺഫ്യൂഷനാണ്, എവിടെ ജോയിൻ ചെയ്യണം, എനിക്ക് രണ്ടും ഇഷ്ടമാണ്, രണ്ടും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കണം. നമുക്ക് എവിടെ ചേരണം എന്ന് അറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാതെ നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സിറ്റ് ഓൺ ദ ഫെൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഫൈൻ. ഒന്നുകിൽ പക്ഷം ചേരാതിരിക്കുക എന്നുള്ളത്, അതായത് പക്ഷം ചേരാതിരിക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് കുട്ടികൾ, ഇപ്പോൾ ചേട്ടനുണ്ട് അനിയനുണ്ട്, രണ്ടുപേരും എന്ത് ചെയ്യുന്നു, വഴക്കിടുകയാണ്. ഓക്കെ, വഴക്കിട്ടിട്ട് ആര് വരും, അമ്മ കയറി വരും അല്ലേ, അമ്മ വരുമ്പോഴത്തേക്കും ആരുടെ പക്ഷത്ത് ചേരണം എന്ന് എന്താണ്, ആരുടെ പക്ഷത്ത് ചേരും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അമ്മ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് എന്തെന്ന് പറയാം, അമ്മ ഈസ് സിറ്റിംഗ് ഓൺ ദ ഫെൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പക്ഷം ചേരാതിരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ അണേബിൾ ടു റീച്ച് എ ഡിസിഷൻ ആണ് എന്ത്, സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പഠിച്ചു വെച്ചോ. അടുത്ത ദിവസം നോക്കിക്കേ, ചൂസ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് വെച്ചാൽ, മലയാളത്തിൽ നമ്മൾ ഇതിനെ തർക്ക വിഷയം എന്നാണ് പറയുന്നത് കേട്ടോ. തർക്ക വിഷയം, ഒരു വഴക്കുണ്ടാകാൻ കാരണമായ വിഷയം, അതിനെയാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് ഹൗസ് ഈസ് ബോൺ ഓഫ് contention between two brothers. Okay, this house is born of contention between two brothers. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രണ്ട് സഹോദരങ്ങളുടെ ഇടയിൽ അവർക്ക് തമ്മിൽ തർക്കമുണ്ടാകാൻ അല്ലെങ്കിൽ വഴക്കുണ്ടാകാനുള്ള കാരണമായിട്ട് നിൽക്കുന്നത് എന്താണ്, ഹൗസ് ആണ്, ഈ വീടാണ് അതിന് കാരണമായിട്ടിരിക്കുന്നത്. അപ്പോൾ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തർക്ക വിഷയം. അപ്പോൾ ഇവിടുത്തെ ബോൺ ഓഫ് കണ്ടൻഷൻ എന്താണ്, ഹൗസ് ആണ് അല്ലേ. ബോൺ ഓഫ് കണ്ടൻഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, തർക്ക വിഷയത്തിനെയാണ്, അല്ലെങ്കിൽ എന്ത് പറയാം, വഴക്കിടാൻ കാരണമാകുന്നത്, അവര് വഴക്ക് കൂടാൻ കാരണമാകുന്ന ആ ഒരു കാരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ബോൺ നമുക്കറിയാമല്ലോ, ഒരു നായ്ക്കുട്ടിക്ക് ഒരു ബോൺ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ബോൺ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതിന് നല്ലോണം ദേഷ്യം വരും അല്ലേ. അപ്പൊ എന്ത് പറ്റും, നമ്മളോടൊരു ദേഷ്യം തോന്നാനൊരു കാരണമാകുകയാണ് എന്ത്, ബോൺ നമ്മൾ ഇട്ട് കൊടുത്ത ബോൺ ആണ് ശരിക്കും അതിന് ദേഷ്യം തോന്നാനുള്ളത്. ബോൺ നമ്മൾ എടുക്കുമ്പോഴത്തേക്കാണ് അതിന് ദേഷ്യം തോന്നുന്നത് അല്ലേ. സോ അവിടെ ബോൺ എന്ന് പറയുന്നത് അതിന് ദേഷ്യം തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ആ നായ്ക്കുട്ടിക്ക് നമ്മളൊരു ബോൺ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്ക് അതിനൊരു ദേഷ്യം വരത്തില്ലേ, നമ്മളോടൊരു ദേഷ്യം അതിന് തോന്നും. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഇത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് പുൾ വൺസ് സോക്സ് അപ്പ്. പുൾ വൺ സോക്സ് അപ്പ് എന്ന് വെച്ചാൽ, പുൾ വൺ സോക്സ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംപ്രൂവ് യുവർ വർക്ക് ഓർ ബിഹേവിയർ. നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടും അല്ലെ. നമുക്കിപ്പോ കുറച്ച് കാശ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് എക്സ്ട്രാ ജോലി ചെയ്യും, എക്സ്ട്രാ വർക്ക് ചെയ്യും അല്ലെ. സോ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പുൾ വൺ സോക്സ് അപ്പ് എന്ന് പറയുന്നത്. എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നതിനെ, അല്ലെങ്കിൽ നമുക്ക് ഇംപ്രൂവ് യുവർ വർക്ക് ഇംപ്രൂവ് യുവർ വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പുൾ വൺ സോക്സ് അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. യു മസ്റ്റ് പുൾ യുവർ socks up to get good score in the exam.
Okay. You must pull your socks up. You must pull your socks up to get good score in the exam. എക്സാമിന് നല്ല മാർക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ എഫേർട്ട് ഇടണം അല്ലേ? അതാണ് pull your socks up എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മീനിങ് മനസ്സിലായല്ലോ? pull your socks up എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? We have to improve our work. We have to improve our effort. അല്ലെങ്കിൽ we need to give extra effort. അതാണ് pull one socks up എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഓപ്ഷൻസിലോട്ട് വന്നേ. Be well dressed ആണോ? അല്ല. Be creative? No. Wear socks and shoes? No. അല്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Improve performance. അടുത്ത ദിവസം നോക്കിക്കേ. The idiom swan song. Swan song എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Swan song എന്ന് വെച്ചാൽ അന്തിമമായതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അവസാനത്തെ, അന്തിമമായത്, 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 അവസാനത്തത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് സ്വാൻ സോങ് എന്ന് പറയുന്നത്. ഫൈനൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ അല്ല, അതിന്റെ മീനിങ് ആണ് ഫൈനൽ, ഫൈനൽ ആക്ഷൻ, ഫൈനൽ ആക്ഷൻ ബിഫോർ റിട്ടയർമെന്റ്, ഫൈനൽ ആക്ഷൻ ബിഫോർ റിട്ടയർമെന്റ് ഓർ ഡെത്ത്. ഓക്കെ, മരിക്കുന്നതിന് മുൻപ് നമ്മൾ അവസാനം ചെയ്തു വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് സ്വാൻ സോങ് എന്ന് പറയാം. ഫൈനൽ ആക്ഷൻ ബിഫോർ റിട്ടയർമെന്റ് തൊട്ട് മുൻപ് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ആകാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അത് സ്വാൻ സോങ് എന്ന് പറയാം. എക്സാമ്പിൾ പറഞ്ഞു തരാം. ഐ ആം resigning, I'm resigning tomorrow, this project was my swan song. ഓക്കെ, ഞാൻ നാളെ റിട്ടയർ ചെയ്യാൻ പോവാണ്. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്വാൻ സോങ് ആണ്. സ്വാൻ സോങ് മീൻസ് എൻ്റെ ലാസ്റ്റ് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള വർക്ക് ആണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, ഇപ്പൊ സ്വാൻ സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മ്യൂസിക്കൽ പെർഫോമൻസ്? നോ. ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ലാസ്റ്റ് പെർഫോമൻസ്, ഒരു ആർട്ടിസ്റ്റിന്റെ ലാസ്റ്റ് പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു അത്ലറ്റിന്റെ ലാസ്റ്റ് പെർഫോമൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫൈനൽ ആക്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ജസ്റ്റ് ബിഫോർ റിട്ടയർമെന്റ് ഓർ ഡെത്ത്. അതിനെയാണ് നമ്മൾ സ്വാൻ സോങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഇവിടെ കണ്ടോ, ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ്. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട് ഫസ്റ്റ് പബ്ലിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടേക്കുന്നതാണ് കേട്ടോ. ആൻസർ എന്താണ്? ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ദിവസം നോക്കിക്കേ. ഡച്ച് കറേജ്. എന്താണ് ഡച്ച് കറേജ്? ഡച്ച് കറേജ് മീൻസ് എന്താണ്? ഡച്ച് കറേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡച്ച് കറേജ്. ഡച്ച് കറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ പറയാറില്ല, ചില ആൾക്കാർ പറയാറില്ലേ, രണ്ടെണ്ണം അടിച്ചാലേ എനിക്ക് ഇച്ചിരി ധൈര്യമൊക്കെ കിട്ടത്തുള്ളൂ എന്ന്. രണ്ടെണ്ണം അടിച്ചാലേ എനിക്ക് ധൈര്യമൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറയത്തില്ലേ, സെയിം സംഭവം തന്നെയാണ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ കേട്ടോ. കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ, അതാണ് ഡച്ച് കറേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. ടു പിക്ക് ഹോൾസ്. ടു പിക്ക് ഹോൾസ്. പിക്ക് ഹോൾസ് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. പിക്ക് ഹോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടു പിക്ക് ഹോൾസ് എന്ന് പറയുന്നത്. അതായത് ടു ക്രിട്ടിസൈസ്, someone, criticize someone by pointing flaws, അവരുടെ കുറവ് കണ്ടുപിടിക്കുക. ഫ്ലാസ് എവിടെ? ഇൻ their work. വേറൊന്നുമില്ല കുട്ടികളെ, ഒരാളെ പറ്റി മോശം മാത്രം കണ്ടുപിടിക്കുന്ന ചില ആൾക്കാരുണ്ട്. സോ അതിനെയാണ് ടു പിക്ക് ഹോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ടു പിക്ക് ഹോൾസ് മീൻസ് ടു ക്രിട്ടിസൈസ് someone by pointing flaws. ഒരാളുടെ കുറവുകൾ മാത്രം ഇങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നില്ലേ, അതിനെയാണ് നമ്മൾ പിക്ക് ഹോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ടു ക്രിട്ടിസൈസ് സംതിങ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കുറ്റം കാണുക, അതാണ് ടു പിക്ക് ഹോൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറ്റം കാണുക എന്നതാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. 16th ക്വസ്റ്റ്യൻ ആണ്. Business has now become very dog eat dog.
What's the meaning for the idiom dog eat dog? Dog eat dog എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത മത്സരം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത്. ഇല്ലാത്ത വിട്ടുവീഴ്ച ഇല്ലാത്ത മത്സരം, അതാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഒരു മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ, രണ്ട് കമ്പനീസുകൾ തമ്മിൽ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്തില്ലേ, അതിനെയാണ് നമ്മൾ ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത്. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത് വെരി കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ ഇൻ വിച്ച് പീപ്പിൾ വിൽ ഡു എനിത്തിങ് ടു സർവൈവ്. അതായത് ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടി കാണിക്കത്തില്ല. അതിനെയാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത്. അതായത് ഒരാളെ ഹേർട്ട് ചെയ്തിട്ടാണെങ്കിലും എന്താണ് ആ അച്ചീവ്മെന്റ് നേടുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടെ പോകത്തില്ലേ, അതിനെയാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് വിൽ ഡു എനിത്തിങ് ഏത് വഴിയിലൂടെയും അച്ചീവ് ചെയ്യാനുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് ഹാം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്നതാണോ എന്നൊന്നും ചിന്തിക്കാതെ മുമ്പോട്ട് പോകുന്നതിനെയാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത്. വിൽ ഡു എനിത്തിങ് ടു സർവൈവ്, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് സർവൈവ് ഈവൻ if it harms other people. Okay, അതാണ് dog eats dog എന്ന് പറയുന്നത് കേട്ടോ. So will do anything to survive even if it means harm other people. Okay, clear? ഇനി ഓപ്ഷൻസ് നോക്കിക്കേ. dogs quarrel each other? No. Competitive for profit, competitive for advertising, quarrel for profit. ഇത് ശരിക്കും competitive for profit, ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ എന്താണ് മത്സരിക്കുന്നതിനെയാണ് നമ്മൾ dog eat dog എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The idiom lingua franca, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് ടീച്ചർ ടൈപ്പ് ചെയ്തപ്പോൾ അത് വീണ്ടും കയറി വന്നു. സോ ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്നത് എന്താണ്? കോമൺ ലാംഗ്വേജ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അടുത്ത് നോക്കിയേ, പുൾ വൺ സോക്സ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണേ, അതുകൊണ്ട് അത് വീണ്ടും ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് വന്നേക്കുന്നത് എന്താണ്? ശരിക്കും എന്താണ്? ഇംപ്രൂവ് പെർഫോമൻസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അടുത്ത്, ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു fill the blank in the sentence. It is midnight to dash എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. It is midnight എന്ന് വെച്ചാൽ ഇതിപ്പോ അർദ്ധരാത്രിയായി to what എന്താണ് അവിടെ എന്ത് വരും എന്നുള്ളതാണ്. അവിടെ വരുന്നത് hit the sack എന്നാണ്. hit the sack, അതായത് രാത്രി മിഡ്നൈറ്റ് നമ്മൾ എന്ത് ചെയ്യും? ടൈം ടു സ്ലീപ്പ് അല്ലേ. hit the sack എന്ന് വെച്ചാൽ go to sleep. hit the sack means go to sleep അല്ലെങ്കിൽ go to bed, go to sleep or go to bed എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. go to bed എന്നാണ് hit the sack കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ it is midnight, രാത്രിയായി. സോ midnight to go to sleep, midnight to hit the sack എന്ന് വെച്ചാൽ രാത്രി എന്താണ് ഉറങ്ങേണ്ട സമയമായി. it is midnight to hit the sack means അർദ്ധരാത്രിയായി ഉറങ്ങേണ്ട ടൈം ആയിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ദിവസം നോക്കിക്കേ, റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റെഡ് കണ്ടിട്ട് ബാഡ് ഡേ എന്ന് ഉദ്ദേശിക്കരുത്. നോർമലി റെഡ് മീൻസ് ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു സിംബോളിക്കലി ഉള്ളത് കൊണ്ട് റെഡ് ലെറ്റർ ഡേ തന്നിട്ട് ഓപ്ഷനകത്ത് കണ്ടോ നിങ്ങൾ തെറ്റിക്കാനായിട്ട് ബാഡ് ഡേ എന്ന് ഇട്ടേക്കുന്നത്. സോ ആക്ച്വലി ബാഡ് ഡേ അല്ല, എ മെമ്മറബിൾ ഡേ ആണ് ആൻസർ കേട്ടോ. റെഡ് ലെറ്റർ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹാപ്പി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡേ. വെരി ഹാപ്പി and important day. Very happy and important day. Okay, very happy and important day ആണ് റെഡ് ലെറ്റർ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ഷീപ്പ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ചാൽ കരിങ്കാലി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇപ്പോൾ കരിങ്കാലി മീൻസ് ബാഡ് റെപ്യൂട്ടേഷൻ. അതായത് നമ്മൾ പറയത്തില്ലേ കൂട്ടത്തിൽ പെടാത്തത്, ഓഡ് വൺ, അങ്ങനെ നമുക്ക് പറയാം. കൂട്ടത്തിൽ പെടാത്തത് എന്ന ഒരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ അതായത് ഒരു ഗ്രൂപ്പിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾ, അതാണല്ലോ ഓഡ് വൺ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഫാമിലിയുടെ കേസിലാണ് നോർമലി ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്ന ഒരു ഇഡിയം യൂസ് ചെയ്യുന്നത്. എ പേഴ്സൺ ഹു ഹാസ് ഡൺ ബാഡ് തിങ്സ്, ദാറ്റ് എ പേഴ്സൺ who has done bad things.
who has done bad things that brings shame to family. That brings shame to family. ഓക്കെ, ഫാമിലി മെമ്പറിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ എന്താണ് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതുവഴി എന്താണ് ഫാമിലിക്ക് ആ ചീത്തപ്പേര് വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടല്ലോ, ആ പേഴ്സൺ നമുക്ക് എന്തെന്ന് പറയാം, ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയാം കേട്ടോ. ഒരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ പെടാത്ത ആള്, അതായത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ആള്, അങ്ങനെ നമുക്ക് ബ്ലാക്ക് ഷീപ്പ് എന്ന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. സോ ഇവിടുത്തെ ആൻസർ ബാഡ് റെപ്യൂട്ടേഷൻ ആണ്. അടുത്ത വെച്ച് നോക്കിക്കേ, ദ ഇഡിയം hot under the collar. hot under the collar. hot under the collar എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? hot under the collar മീൻസ് വെരി ഹോട്ട് എന്നാണോ? അല്ല. hot under the collar മീൻസ് ദേഷ്യം, ആങ്കർ എന്നാണ് കേട്ടോ. ദേഷ്യമാണ്, വളരെ അധികം ദേഷ്യം വരുന്നതിനെയാണ് hot under the collar എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. he got very hot under the collar. He got very hot under the collar when I asked him where he had been all day. Okay. He got very hot under the collar. He got very hot under the collar. When I asked him where he had been all day. എന്നിട്ട് ഞാൻ എവിടെയായിരുന്നു ഈ ഒരു ദിവസം എവിടെ ആയിരുന്നു എന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്ത് പറ്റി? വളരെയധികം ദേഷ്യം വന്നു. He got very hot under the collar. അവന് വളരെയധികം ദേഷ്യം വന്നു. ഓക്കെ, നമുക്കറിയാലോ ദേഷ്യം വരുമ്പോൾ ഒരു പേഴ്സന്റെ ഫേസ്, ഒരു വ്യക്തിയുടെ ഫേസ്, നമ്മുടെ മുഖവും അതുപോലെ തന്നെ കഴുത്തും ഒക്കെ വളരെ റെഡിഷ് കളർ ആകും അല്ലെ? റെഡിഷ് ആകും, സ്വെറ്റി ആകും, തന്നെ ഹോട്ട് ആകും. സോ അതിനെയാണ് ഹോട്ട് അണ്ടർ ദ കോളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇവിടുത്തെ ആൻസർ ഇതാണ്, ആംഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എവറിഥിങ് വാസ് അറ്റ് 6s and 7s. 6s and 7s എന്ന് വെച്ച് കഴിഞ്ഞാൽ 6s and 7s എന്ന് വെച്ചാൽ എന്താണ്? കൺഫ്യൂഷൻ. നമ്മളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കൺഫ്യൂഷൻ. ഓക്കെ, കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? വി ആർ അറ്റ് 6s and 7s. എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? 6s and 7s എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. വി ഹാവ് been at 6s and 7s. We have been at 6s and 7s since we moved to our new office. പുതിയ ഓഫീസിലേക്ക് പുതിയ ഓഫീസിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ എന്ന് പറയത്തില്ലേ, അതാണ് എന്താണ് 6s and 7s എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് കൺഫ്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The idiom white elephant. A white elephant എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. വൈറ്റ് എലിഫന്റ് എന്ന് വെച്ചാൽ തായ്ലാൻഡില് വൈറ്റ് എലിഫന്റ് ആണ്. പ്യുവർ വൈറ്റ് ഒന്നും അല്ല. തായ്ലാൻഡില് എന്താന്ന് അറിയോ, സാധാരണ ആൾക്കാര് അവിടുത്തെ രാജാക്കന്മാർക്ക്, ഓക്കെ, അവിടെ ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാരുണ്ടല്ലോ, അപ്പൊ രാജാക്കന്മാർക്ക് ഒരു വൈറ്റ് എലിഫന്റ് സമ്മാനമായിട്ട് കൊടുക്കും കേട്ടോ. സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷേ സമ്മാനമായിട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പൊ രാജാവിന് എക്സ്ട്രാ ചിലവ് വേണ്ടി വരുമായിരുന്നു. എന്തിനാ? ഈ ഒരു ആനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ വൈറ്റ് എലഫന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ, ഈ വൈറ്റ് എലഫന്റ് എന്ന് വെച്ചാൽ ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ്, ഈ ഒരു കഥയിൽ നിന്നാണ്, കഥ എന്നല്ല ആക്ച്വലി ഉള്ളതാണ്. അപ്പൊ ഇതിൽ നിന്നാണ് ആ വൈറ്റ് എലഫന്റ് എന്ന് പറയുന്ന ഇഡിയം എടുത്തേക്കുന്നത്. വൈറ്റ് എലഫന്റ് എന്ന് വെച്ചാൽ സംതിങ് എക്സ്പെൻസീവ് ബട്ട് നോ യൂസ്. അപ്പൊ സംതിങ് എക്സ്പെൻസീവ്
സംതിങ് എക്സ്പെൻസീവ്, വളരെ എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതൊക്കെ മുടക്കുന്ന മുതലിന് വലിയ ലാഭമൊന്നും കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലേ, അതിനെയാണ് നമ്മൾ വൈറ്റ് എലഫന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംതിങ് വെരി എക്സ്പെൻസീവ് ബട്ട് നോ യൂസ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ്ലി ബേർഡൻ. ഓക്കെ, അതാണ് വൈറ്റ് എലഫന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ എക്സാമ്പിളിലൂടെ പറഞ്ഞു തരട്ടെ. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ബൈയിങ് എ ന്യൂ ഹൗസ്. After buying a new house, Joe realized that it was a white elephant. It was a white elephant that needed weekly maintenance. Okay, after buying a new house, Joe realized that it was a white elephant that needed weekly maintenance. എന്ന് വെച്ചാൽ എന്താണ്, വീട് വാങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് അതൊരു വൈറ്റ് എലിഫന്റ് ആയിരുന്നു. മീൻസ് വെരി കോസ്റ്റ്ലി ബേർഡൻ ആണ്, അതായത് മെയിൻ്റനൻസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കുറെ അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അതായത് കോസ്റ്റ്ലി ബേർഡൻ ആണ് എന്നുള്ളത്. അപ്പൊ അതിനെയാണ് നമ്മൾ വൈറ്റ് എലിഫന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. A useless one, a strong person, intelligent, none of this. Useless one. Okay. അടുത്ത ലാസ്റ്റ് വൺ നോക്കിക്കേ, മദർ വിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മദർ വിറ്റ് എന്ന് വെച്ചാൽ കോമൺ സെൻസ് എന്നാണ് മീനിങ് കേട്ടോ. നാച്ചുറൽ കോമൺ സെൻസ് എന്നാണ് മദർ വിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദർ വിറ്റ് മീൻസ് നാച്ചുറൽ കോമൺ സെൻസ്. എക്സാമ്പിൾ നോക്കാം. അനൂപ്സ് മദർ വിറ്റ് മീൻസ് common sense. Mother wit helped him to make the right decision. Anoop's mother wit helped him to make the right decision. വെച്ചാൽ എന്താണ്? അനൂപിന്റെ കോമൺ സെൻസ്, നാച്ചുറൽ ആയിട്ടുള്ള കോമൺ സെൻസ്, അവന് കോമൺ സെൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് എന്താണ് റൈറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ മദർ വിറ്റ് മീൻസ് നാച്ചുറൽ കോമൺ സെൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ 2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ടോട്ടലി 23 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് പുറകെ വരുന്നുണ്ട്. PDF നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.